എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോന്നെ കിരണും കല്യാണിയും കൂടെ ആ വലിയ സത്യം തിരിച്ചറിയുവാണ്. തന്നെ രക്ഷിച്ച ജെറി ജോണാണ് ഗംഗാ പ്രസാദ് എന്നുള്ള സത്യം. ഇതൊക്കെ അറിഞ്ഞ് അവരൊരു നിമിഷം ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷേങ്കില് അവരുടെ അടുത്ത് ഈ പറയുന്ന ഗംഗാ പ്രസാദിന്റെ ഒരു കളികളും നടക്കുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അങ്ങനെ അവസാനം കാർത്തികയുടെ മുന്നിലേക്ക് ഗംഗാ പ്രസാദ് കടന്നു വരുവാണ്. അങ്ങനെ ഗംഗാ പ്രസാദിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിക ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാർത്തികയ്ക്ക് മനസ്സിലായി അവൻ ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന്. ഇനിയിപ്പോ അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഗംഗാ പ്രസാദിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കാർത്തിക കാറിൽ കയറിയും കൂടെ പോവാണ്. ഈ സമയത്ത് ഗംഗാപ്രസാദും മനസ്സിൽ പറഞ്ഞു, ഓഹോ, അപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നീ മുങ്ങും അല്ലേ? നിനക്ക് എത്ര കാലം ഓടി ഒളിക്കാൻ പറ്റും എന്നിൽ നിന്ന്? അതേ കാലം നിനക്ക് ഓടി ഒളിക്കാൻ പറ്റില്ല. നീ എവിടം വരെ പോവും? അവസാനം എന്റെ കൈകളിലേക്ക് തന്നെ വരും. നീ മാത്രല്ല, നിന്റെ അമ്മേനെ നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും ഈ ഗംഗാപ്രസാദ് കണ്ടെത്തിയിരിക്കും. എന്നോടാ നിന്റെ കളി എന്നും പറഞ്ഞിട്ട് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാണ്. ആ സമയം കാർത്തിക് കാറിലിരുന്ന് ലക്ഷ്മിയെ വിളിക്കുകയാണ്. ലക്ഷ്മിയെ വിളിച്ചപ്പോ ലക്ഷ്മി ചോദിച്ചു, എന്താ മോളെ, എന്താ കാര്യം എന്താന്ന് ചോദിക്കാം. അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കാം. ഇല്ല അമ്മ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയണം. എന്താ കാര്യം എന്താന്ന് വെച്ചാ പറ. അവൻ വന്നിട്ടുണ്ട്, അവനെ ഞാൻ കണ്ടമ്മേന്ന് പറയണം. മോൾ ആരുടെ കാര്യം പറയണേ? അമ്മേ, ആ ഗംഗയുടെ കാര്യമാന്ന് പറയണം. അവൻ എത്തിയോ? അതേമ്മേ, അവനിപ്പൊ ഞാൻ നേരിട്ട് കണ്ടെന്ന് പറയണം. ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയണം. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യാം, നീ എത്രയും പെട്ടെന്ന് തന്നെ കിരണിന്റെയും കല്യാണിന്റെ അടുത്തേക്ക് പോക്കോ. ഒറ്റയ്ക്ക് നീ കഴിയൊന്നും വേണ്ടെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ലമ്മേ. പിന്നെ അമ്മയ്ക്ക് അറിയാലോ കിരണേട്ടൻ ഇപ്പൊ വയ്യാതിരിക്കുന്ന അവസ്ഥയാ. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ. ഈ സമയത്തന്നെ അയാൾ വന്ന് ഓർത്തിട്ട്, അല്ലെങ്കിൽ കിരണിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പറയണം. സാരമില്ല മോളെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയണം. വേണ്ട വേണ്ട അമ്മ ഇപ്പൊ തൽക്കാലത്തേക്ക് വരണ്ട. അമ്മ വന്നിട്ടുണ്ട് ശരിയാകത്തില്ല. എന്നോടുള്ളതിനേക്കാളും ദേഷ്യം കൂടുതൽ അമ്മയോടാ അവനുള്ളത്. അതുകൊണ്ട് ആദ്യം അമ്മയെ കാണാനേ വരത്തുള്ളൂ. അമ്മനെ ഇല്ലാതാക്കാനേ അവൻ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് വേണ്ട, അമ്മ ഇപ്പൊ തൽക്കാലത്തേക്ക് അവിടെ തന്നെ നിന്നാ മതി. എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞതിന് ശേഷം അമ്മയൊരു തീരുമാനം എടുത്താൽ മതി എന്ന് പറയാം. അത് കേട്ട ലക്ഷ്മി പറഞ്ഞു, മോളെ നീ സൂക്ഷിക്കണം. അറിയാലോ, നിന്റെ മുന്നിലും പിന്നിലും നിനക്ക് എപ്പോഴും കണ്ണുണ്ടായിരിക്കണം. അവൻ അത്രയ്ക്ക് ക്രൂരനാ, എന്ത് ചെയ്യാൻ മടിക്കാത്തവനാ. അവൻ അത്ര ദൂരെന്ന് നമ്മൾ അന്വേഷിച്ച് ഇവിടെ വന്നെത്തി എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അവൻ നമ്മളെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നല്ലേ? അതുകൊണ്ട് നീ സൂക്ഷിച്ചു വേണം നടക്കാൻ എന്നൊക്കെ പറയണം. ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു, ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ലമ്മേ. എനിക്ക് നല്ല ധൈര്യമുണ്ട്. എനിക്ക് അമ്മയുടെ കാര്യം ഓർത്തിട്ട് മാത്രമേ ടെൻഷനുള്ളൂ. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ലെന്ന് മാത്രം എനിക്ക് പ്രാർത്ഥന ഉള്ളെന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്താലും കാർത്തയുടെ നെഞ്ചിനകത്തൊരു ഇടുത്തിയായിരുന്നു. അവൻ എപ്പോഴും ഏത് സമയം കടന്നു വരുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് കല്യാണിയും ചന്ദ്രസേനും കൂടെ കൂടി ചേർന്ന് കിരണിനെ മുറിയിലേക്ക് കൊണ്ട് കിടത്തുവാണ്. അങ്ങനെ കിടത്തി കഴിയുമ്പത്തിന് ചന്ദ്രസേനൻ പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട മോനെ, നിനക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയത് ആരാണെങ്കിലും അവരെ ഞാൻ കാണുന്നുണ്ടെന്ന് പറയണം. കല്യാണി പറഞ്ഞു, വെറുതെ വിടലച്ചാ, ഒന്നിനും വെറുതെ വിടലെന്ന് പറയണം. ദീ പറഞ്ഞു, എന്നാലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ പ്രകാശിനെ രാഹുലിനൊക്കെ സൂക്ഷിക്കണമെന്ന്. നീ എന്താ മോനെ ഒന്ന് ശ്രദ്ധിക്കായിരുന്നു ചോദിക്കും. അമ്മേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. വർക്ക് സൈറ്റ് വെച്ചില്ല അപകടം ഉണ്ടായത്. ഇങ്ങനെയൊക്കെ അപകടം ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചുകൊണ്ടാണോ ആരെങ്കിലും അങ്ങോട്ട് ചെല്ലുന്നതെന്ന് ചോദിക്കുക. കല്യാണി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ എന്നാലും കിരണേട്ടനെ ഒന്ന് സൂക്ഷിക്കാമെന്ന് പറയാ. കല്യാണി, വരാനുള്ളത് വഴി തങ്ങത്തില്ലെന്നല്ലേ പറയണേ. ചന്ദ്രസേനൻ പറഞ്ഞു, നിങ്ങൾ എല്ലാരും ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പ്രകാശിന്റെ രാഹുലിന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ വേണ്ടെന്ന് വെച്ചോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ എന്റെ മോനൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരു കാരണവശാലും ഇല്ല. ഈ സേനൻ ആരാന്ന് അവനൊക്കെ അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് മുറിക്ക് പുറത്തേക്ക് പോവാണ്. ആ സമയം കല്യാണി പറഞ്ഞു, കേട്ടായിട്ട് ഞാൻ ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കാം. വേണ്ട, എനിക്കിപ്പോ വിശപ്പില്ല എന്ന് പറയാ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഫുഡ് കഴിക്കണം. കുറെ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പൊ ഫുഡും കൂടെ കഴിക്കാതിരുന്ന എങ്ങനെ ശരിയാവുന്നേ? ആരോഗ്യം കാര്യങ്ങളൊക്കെ വീണ്ടെടുക്കണ്ടേന്ന് ചോദിക്കുക. ദീപ പറഞ്ഞു, എന്നാ പിന്നെ മോൾ ഇവിടെ നിൽക്കുക, ഞാൻ എല്ലാം പോയി എടുത്തോണ്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപ അകത്തേക്ക് കയറി പോവാം. ആ സമയം കല്യാണി പോയി കിരണിന്റെ അരിയിലിരിക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, കിരണേട്ടാ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണേ. ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞു, എനിക്ക് എന്റെ കാര്യത്തിൽ വിഷമമില്ല, നിന്റെ കാര്യത്തിൽ വിഷമമുള്ളെന്ന് പറയണേ. എന്തിന്? എന്റെ കാര്യത്തിൽ എന്തിനാ വിഷമിക്കണ? അല്ല ഞാൻ കാരണമല്ലേ? എന്ത്? ഒന്ന് മിണ്ടായിരിക്കും കിരണേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി കിരണെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് ശാരി നേരെ സരുവിന്റെ അടുത്തേക്ക് എല്ലുവാണ്. സരുവിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല മോളെ, നമുക്ക് അവനെ ഒന്ന് പോയി കാണണ്ടേ ആ കിരണിനെ? നമ്മള് ചെല്ലായിരുന്നിട്ടുണ്ടെങ്കിൽ അവനെന്ത് വിചാരിക്കുമെന്ന് ചോദിക്കാം. അത് ശരിയമ്മേ, ഈ കാര്യം ഞാൻ അമ്മയോട് എങ്ങനെ പറയുമെന്ന് ഓർത്തിരിക്കുവായിരുന്നു. ആ കിരണിനെ ഒന്ന് പോയി കാണണം. കാണാതിരുന്നിട്ട് കാര്യമില്ല. അവൻ എന്നെ കുറെ വെല്ലുവിളിച്ചിട്ടുള്ള അവന്റെ ഈ കിടപ്പ് കണ്ട് എനിക്കൊന്ന് ചിരിക്കണമേ, പൊട്ടിച്ചിരിക്കണമെന്ന് പറയാം.
മോളെ അത്രയ്ക്ക് നീ അഹങ്കാരം കാണിക്കൊന്നും വേണ്ട, അറിയാലോ നിന്റെ അച്ഛനാണ് അപ്പുറത്ത് നിൽക്കുന്നേ. കാരണം ഇതൊക്കെ ചെയ്തു കൂട്ടിയ നിന്റെ അച്ഛനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സേനം വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അവൻ നിന്റെ അച്ഛനെ മിക്കവാറും ജീവനോടെ കത്തിക്കുമെന്ന് പറയാം. ഇപ്പൊ ജീവനുണ്ടോന്ന് പോലും അറിയത്തില്ല, ഏതവസ്ഥയാന്ന് പോലും അറിയത്തില്ല എന്തൊക്കെ ശാരി പറയാണ്. മിക്കവാറും കണ്ടോ ജീവനോടെ കുഴിച്ചു മൂടാനുള്ള സർവ്വ ചാൻസ് ഞാൻ കാണുന്നുണ്ടെന്ന് പറയാണ്. സരയെ പറഞ്ഞു, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അന്ന് നമുക്ക് ചെല്ലാം, അവരെന്താ പറയണമെന്ന് അറിയാലോ എന്നൊക്കെ പറയണം. പിന്നീട് ശാരി സരയും കൂടെ കിരണിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി അവിടെ കിരണിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സരയുവിനെ ശാരിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് മാറി നിന്നു. ഈ സമയം ശാരി എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ ഇപ്പം, വല്ല മാറ്റം കാണുന്നുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, ഒരു മാറ്റമൊന്നും ഇല്ല, അതേ കിടപ്പ് എന്നെ കിടക്കണമെന്ന് പറയണം. എന്റെ കിരണേട്ടൻ ഈ അവസ്ഥ വരുത്തി ആരാണെങ്കിലും ശരി അവരെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ ശാരി, അത് ശരിയാ മോളെ, എന്നാലും ആരായിരിക്കും ഇത്രയും വലിയ ദുഷ്ടത്തരം കാണിച്ചേ? ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ എന്ന് കല്യാണി ചോദിക്കുകയാണ്. ആ രാഹുലിനാണോ മോൾ ഉദ്ദേശിച്ചേ? അയാൾക്ക് തലയ്ക്ക് സുഖമില്ലാതെ നടക്കുന്ന മോളെ, അയാളെ അത്ര കണക്കൂട്ടൽ എടുക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടതും കിടന്നിരുന്ന കിരൺ മനസ്സിൽ പറഞ്ഞു, സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാനായിട്ട് ഭാര്യയുടെ ഒരു ശ്രമമേ. പിന്നീട് ശാരി പറഞ്ഞു, എന്നാലും എങ്ങനെയാടാ മോനെ ഇങ്ങനെ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. കിരൺ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുകയാണ്, എനിക്ക് ഓർമ്മശക്തി ഇല്ല എന്നുള്ള കാര്യത്തില്. പിന്നെ 2-3 വട്ടം ശാരി ഇങ്ങനെ വിളിച്ചു കഴിയുമ്പോഴത്തേനും കിരൺ ചോദിച്ചു, ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ്. ഇതിൽ പലരുടെ സന്തോഷം സരയൂര് കിട്ടായില്ലായിരുന്നു. താൻ എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച ഇവനിങ്ങനെ കിടപ്പ് കിടക്കുന്നേ, ഇവൻ എത്രയും പെട്ടെന്ന് തന്നെ പോയാൽ മതിയായിരുന്നു. അങ്ങനെയെങ്കിലും കല്യാണിയുടെ കരഞ്ഞ മുഖം ഒന്ന് കാണാലോ. അവൾ ഇത്രയും കാലം അങ്ങ് സന്തോഷത്തോടെ ജീവിച്ചു, ഇനി വേണ്ട അവളുടെ സന്തോഷം അവൾക്ക് ഇനി ഒരു നിമിഷം പോലും വേണ്ട, എല്ലാം താൻ ഇങ്ങോട്ട് എടുക്കും. തന്റെ അച്ഛൻ കാരണം ഇങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടായിരിക്കുന്നത്, അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം കാർത്തികെല്ലാം സരയുവിന് ഭയങ്കര സന്തോഷമായിപ്പോയി. തന്റെ അച്ഛന് അവസാനം നല്ല കാര്യം ചെയ്തല്ലോ എന്നൊരു ചിന്തയൊക്കെ വന്നു. പിന്നീട് സരയു ഭയങ്കരമായിട്ട് കിരണിനെ കണ്ടു കഴിഞ്ഞപ്പം എന്തായാലും ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആശ്വസിപ്പിക്കുകയാണ്. കിരണിനും കല്യാണിക്കൊക്കെ അറിയാമല്ലേ അവളുടെ ദുഷ്ടത്ര എത്ര മാത്രം ഉണ്ടെന്ന്, അതവള് പുറത്ത് കാണിക്കാത്ത കാര്യം. അങ്ങനെ സംസാരിച്ചിരുന്നതിന് ശേഷം അവര് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം സരയു ശാരിയോട് പറഞ്ഞു, അതെ എനിക്കൊന്ന് തുള്ളിച്ചാടാൻ തോന്നുന്നുണ്ടമ്മേ എന്ന് പറയണേ. എന്തിന്? അല്ല കണ്ടില്ലേ അവന്റെ കിടപ്പ് കണ്ടില്ലേ? ആ കിടപ്പ് കണ്ടിട്ട് എന്തൊരു അഹങ്കാരമായിരുന്നു ആ കല്യാണിക്ക്. അങ്ങനെ അഹങ്കാരത്തിന്റെ മുനയൊടിഞ്ഞില്ലേന്ന് ചോദിക്കാം. മോളെ നമ്മൾ സന്തോഷിക്കാൻ വരട്ടെ. എന്ത് ഇനി നമ്മൾ സന്തോഷിച്ചൊന്നും ഒന്നും ആകാൻ പോകുന്നില്ല. ഇനിയിപ്പൊ എന്തേലും അവർ ചെയ്താൽ പോലും എന്റെ അച്ഛൻ എന്ന് പറയുന്ന ദുഷ്ടൻ രാഹുലിനല്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ലെന്ന് പറയാം. അച്ഛൻ എന്ത് സംഭവിച്ചാലും എനിക്കിപ്പോ എന്താ, ഞാൻ അമേരിക്കക്ക് പോകല്ലേ, അമ്മേനെയും കൂടെ ഞാൻ കൊണ്ടുപോയിക്കളാം എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോ ശാരി പറഞ്ഞു, മോളെ നിനക്ക് ജന്മം തന്ന ആളെ കുറിച്ചാണ് നീ ഇങ്ങനെ പറയണേ, പറയാതെ പിന്നെ അയാളെ പോലെ ദുഷ്ടനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സരയും കൂടെ അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് ആകെപ്പാട് ടെൻഷനോടുകൂടി കാർത്തിക ഇരിക്കുകയാണ്. കാർത്തികയാണ് ഗംഗാപ്രസാദിന്റെ മുഖം മനസ്സിലേക്ക് വരുന്നത്. അവന് ഏത് നിമിഷം വേലും ഇങ്ങോട്ടേക്ക് കടന്നു വരാം. അത് തനിക്ക് ആപത്താണ്. ഒരുപക്ഷെ കിരണിന്റെയും കല്യാണിന്റെയും വീട്ടിലേക്ക് പോയാലോ, അവിടെ പോയി നിന്നാലോ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കില് അവർക്കതൊരു ബുദ്ധിമുട്ടാവോ, അത് ആ ചിന്തകളൊക്കെ കാർത്തികയുടെ മനസ്സിലേക്ക് വരുവാണ്. ഈ സമയം ഗംഗാപ്രസാദ് കിരണിനെ കാണാൻ വേണ്ടി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ഇങ്ങനെ നോക്കി കിടന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും മിണ്ടിയൊന്നുമില്ല. ഈ പറയുന്ന ഗംഗാപ്രസാദിന് അറിയില്ലല്ലോ അവന് ഓർമ്മശക്തി തിരികെ കിട്ടിയെന്നുള്ളത് കാര്യം. പിന്നെ കുറെ സമയം നോക്കി കഴിയുമ്പോഴത്തേനും കല്യാണി അങ്ങോട്ടേക്ക് വന്നു. കല്യാണം വന്നിട്ട് പറഞ്ഞു, അതെ ജെറിച്ചേട്ടനെ കണ്ടിട്ട് മനസ്സിലായില്ല, അല്ലേലും മനസ്സിലാവാൻ വഴിയില്ല, ഓർമ്മശക്തിയൊക്കെ പോയിരിക്കുമല്ലേ, അതുകൊണ്ടാ ജെറിച്ചേട്ടൻ ഒന്നും വിചാരിക്കില്ല കേട്ടോ എന്ന് പറയണേ. എന്ത് വിചാരിക്കാനായിട്ട്, ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. കൃത്യസമയത്ത് തന്നെ ഞാൻ അവിടെ വന്നോണ്ടല്ലേ കിരണിനെ രക്ഷിക്കാനായിട്ട് പറ്റിയത്, അല്ലെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി. ഇപ്പം ഭൂമിക്ക് മീതെ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അത് ശരിയാ ജെറിച്ചേട്ടാ, ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഗംഗാപ്രസാദ് പറഞ്ഞു, അത് ശരിയാ, ഒരു പക്ഷേങ്കില് നന്ദി എന്നോട് പറയണം, പക്ഷേങ്കിൽ അതിനേക്കാളുപരി ദൈവത്തോടെ നന്ദി പറയണ്ടേ. ദൈവം അങ്ങനെ ആ സമയത്ത് എന്നെ കൂടെ പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും കിരണിനെ രക്ഷിക്കാണ്ട് സാധിക്കില്ലായിരുന്നു എന്നൊക്കെ പറയണം. അങ്ങനെ കുറച്ച് സമയം കൂടെ അവൻ സംസാരിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അവിടെ കഴിഞ്ഞുപോയി. കിരണിന് ഏകദേശം ഭേദമായി, തലയിലെ മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങി, ഏകദേശം സെറ്റായിട്ട് വന്നു. കിരണ് നല്ല ഊർജ്ജസ്വലനായിട്ട് എഴുന്നേറ്റ് നടക്കാണ്ട് തുടങ്ങി. പക്ഷെ പുറത്തെല്ലാവർക്കും അറിയാവുന്ന അവന്റെ ഓർമ്മശക്തി ഇല്ല, അവൻ കിടന്ന കിടപ്പ് തന്നെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നീടാണ് കാർത്തിക അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും കാർത്തിക കാര്യങ്ങളൊക്കെ പറയണേ. ഗംഗാപ്രസാദിനെ ഞാൻ കണ്ടായിരുന്നു, അവൻ ഇവിടെ തന്നെ ഉണ്ടെന്നൊക്കെ പറയുന്നേ. അവസാനം ഗംഗാപ്രസാദിന്റെ ഫോട്ടോ കാണിക്കാണ്ട് കല്യാണി ആവശ്യപ്പെടുവാണ്. അങ്ങനെ കല്യാണി ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിക ഫോട്ടോ കാണിക്കുകയാണ്. ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരണും കല്യാണി ഒരു നിമിഷവും ഞെട്ടിപ്പോയി. തന്നെ രക്ഷിച്ച ജെറി ജോൺ ആണ് ഗംഗാപ്രസാദ് എന്നുള്ള സത്യം അവര് തിരിച്ചറിയുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും
കല്യാണി കാർത്തിയോട് പറഞ്ഞു, ഇവൻ ആരാന്ന് മനസ്സിലായോ? എന്നെ രക്ഷിക്കാനായിട്ട് വന്ന ജെറി ജോണാന്ന് പറയണം. ഇത് കേട്ടപ്പോ കാർത്തി പറഞ്ഞു, അല്ല കിരണേ, ഇതാണ് ഞാൻ പറഞ്ഞ ഗംഗാപ്രസാദ് എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അവൻ കളിച്ചു തുടങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കണം. ഒരു പക്ഷേങ്കില് കല്യാണിയും കിരണനെയും വരെ കൊല്ലാനായിട്ട് അവര് മടിക്കത്തില്ലെന്ന് പറയണം. ആ കാര്യത്തിൽ ഇനി നിനക്ക് പേടി വേണ്ട കാർത്തിയെ, ധൈര്യമായിട്ടിരുന്നോ. എന്തിനു വരുന്നു ഞാൻ കൂടെയുണ്ട്. ഇവിടെ നിന്നാ മതി, ഒരിടത്തേക്കും പോണ്ട. അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ. തൽക്കാലം ഈ അഭിനയം തന്നെ തുടരാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക എന്നൊക്കെ കിരണം പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇനിയിപ്പൊ ഗംഗാപ്രസാദിനെ തുരുത്താനായിട്ട് കാർത്തിക അവരൊക്കെ ഒന്നിക്കുവാണ്. പക്ഷെ എങ്കില് ശത്രുവിന് ശത്രു മിത്രം എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പം ഗംഗാപ്രസാദിന്റെ അരിയിലേക്ക് രാഹുലും ഈ പറയുന്ന പ്രകാശനും എത്തുവാന്ന് അറിയത്തില്ല. അവരെല്ലാരും കൂടെ ഒന്നു ചേർന്നിട്ട് കാർത്തികനെ, ലക്ഷ്മിനെ, കല്യാണിനെ, കിരണെ എല്ലാരും കൂടെ തീർക്കാനായിട്ട് പുതിയ പ്ലാനും തന്ത്രങ്ങളൊക്കെ നടത്തും. പക്ഷെ അതൊന്നും വിജയിക്കത്തില്ല. അതൊക്കെ ഫെയിലിയർ ആയി പോവുകയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.